ശ്രീരംഗൻ ബ്രാഹ്മണ വേഷം വെടിഞ്ഞ് അദ്ദേഹത്തിനെ ഉണ്ടലീകനെ അനുഗ്രഹിച്ചു എന്നാണ്. നമുക്ക് ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ആ അനുഗ്രഹത്തിന് മേലെ നമുക്ക് ഒന്നുമില്ല എന്നാണ്. മറ്റൊരാൾ നമ്മളെവിടേക്കോ പോയി നമസ്കരിക്കുന്നുണ്ട് അല്ലേ? ഇന്നത്തെ ആളുകളെ നമുക്ക് കാണാം, എവിടെയൊക്കെ കൊള്ളുന്നവരുടെ അടുത്തും ചാടുന്നവരുടെ അടുത്തൊക്കെ പോയി നമസ്കരിക്കും, അവരെ അമ്മയാണ് അച്ഛനാണെന്നൊക്കെ പറയും. ഇതൊന്നല്ല എന്നാണ്. അപ്പോൾ വേണ്ടത് എന്താണോ അത് ചെയ്യാൻ എപ്പോൾ നമ്മൾ മറക്കണോ അപ്പോൾ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളും പോയി മാറി നമുക്ക് കാണിച്ചു തരികയാണ് ഭാഗവതം. ആ നാഭാഗന്റെ പുത്രനാണ് അംബരീഷൻ. ഇപ്പൊ പിന്നെ പറയാനുണ്ടോ, ഈ ഭൂമിയെ മുഴുവനും പരിപാലിക്കുന്ന ചക്രവർത്തിയാണ് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സെവിടെയായിരുന്നു? സവൈമന കൃഷ്ണപദാരവിന്ദയോ പജാംസി വൈകുണ്ഠഗുണാനുവർണ്ണനെ ഹരേ ക്ഷേത്രപദാപമാർജനം. ആ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളൊക്കെ അടിച്ചു വാരുക, സദാസ്മയത്തും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടും പാടിക്കൊണ്ടും അവിടുത്തെ പാദതുളസികളെ കാണിച്ചുകൊണ്ടും എപ്പോഴും കൃഷ്ണന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ച ആളാണ് അംബരീഷൻ. മാണിക്യമംഗലം സായി ശങ്കര കേന്ദ്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം നടത്തി. സപ്താഹത്തിന്റെ 4ാം ദിവസം തിരുമൂഴിക്കുളം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് രാമനാഥൻ, സേതുലക്ഷ്മിപുരം വിമൽ വിജയ്, വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തി. ഉച്ചയ്ക്ക് സപ്താഹം സമാപിക്കും. വൃദ്ധജനങ്ങളെ പരിപാലിക്കുന്ന സായി ശങ്കര കേന്ദ്രം തികച്ചും ആധ്യാത്മിക അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിതാന്ത്യം വരെ അന്തേവാസികളാകുന്നതിനൊപ്പം ഇടയ്ക്കിടെ വന്ന് തങ്ങുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. ഭഗവത സിന്ദൂരം സപ്താഹ യജ്ഞത്തിൻ്റെ 4ാം ദിവസമായ ഇന്ന് തിരുമൂഴിക്കുളം ശ്രീകണ്ഠേശ്വരം സോമവാര്യർ എത്തുന്നതെന്ന് സനീഷ് സ്വാമി പറഞ്ഞപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തെ ആകെ ഭക്തി നിർഭരമാക്കുന്ന, സംഗീത സാന്ദ്രമാക്കുന്ന മണിക്കൂറുകൾ നമുക്ക് സമ്മാനിക്കും. അങ്ങനെയൊരു ത്രിസന്ധ്യ നമുക്ക് ലഭ്യമാക്കും എന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. സപ്താഹങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ജനഹൃദയങ്ങളിലേക്ക് കൃഷ്ണാവതാരത്തെ കൊണ്ടുവരുന്ന, കൃഷ്ണന്റെ പീലി തിരുമുടിയും എല്ലാം, കൃഷ്ണനെ പറ്റി ഓടക്കുഴലും പീലി തിരുമുടിയും എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഈ സപ്താഹ യജ്ഞത്തിലെ ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും മറക്കാൻ കഴിയുന്നതല്ല. ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ പാകത്തിനുള്ള വാണീ ഗുണാനുഗതനെ
ശ്രവണോ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമി ദൃഷ്ടിം സദാം ദർശനേസ്തു ഭവത്തനൂനാം. നളഗോപരമണിഗിരിവന്മാരുടെ പ്രാർത്ഥന, കുബേരപുത്രാദികളുടെ കൃഷ്ണനായി കാത്തുകൊണ്ട് ഉലൂകലബന്ധനം ദാമോദരനായി ലീലയാടിയപ്പോ അമ്മ ഒരലിൽ കെട്ടിയിട്ടപ്പോൾ ആ ഒരലും വലിച്ചുകൊണ്ട് മരുതവൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുത്തപ്പോൾ അവരുടെ പ്രാർത്ഥനയാണ് വാണി. ആ വാണിയാണ് ഈ കേട്ട സരസ്വതി കടാക്ഷം. അത് കൃഷ്ണാവതാരമാകുന്ന ആ വലിയൊരു നിശീതതയുടെ ആ നീല വെളിച്ചത്തിൽ ഇന്ന് കിടന്നുറങ്ങട്ടെ. നാളെ പുലാക്കാലത്ത് അവൻ മെല്ലെ ഓടിക്കളിച്ചു തുടങ്ങി. വൈകിട്ട് ഇതേ സമയമാവുമ്പോൾ കല്യാണരൂപനായി രുക്മിണീ സമേതനായിട്ട് കാണാൻ സാധിക്കും. അത് ഏതൊരു ഗുരുനാഥന്റെ മുഖകമലത്തിലാണെന്നോ നിശ്ചയമില്ല. അതെല്ലാം ഗുരുവായൂരപ്പന്റെ ഇച്ഛയാണ്. അപ്പോ ഗുരുവായൂരപ്പൻ ഇന്ന് നമ്മുടെ ആവുന്ന മനസ്സിന്റെ ആ വലിയൊരു തൊട്ടിൽ കിടത്തി തന്ന ഈ ഒരു കടാക്ഷത്തിന് മുമ്പില് ദക്ഷിണ ജ്ഞാന സന്ദേശ എന്നൊക്കെ പറയുമെങ്കിലും ദക്ഷിണയൊന്നും കൊടുക്കാൻ നമ്മുടെ യഥാർത്ഥ ദക്ഷിണ നമ്മുടെ മനസ്സാണ്. അതാകുന്ന ഈ അല്പം മധുരം ഗുരുവായൂരപ്പനെ നേദിച്ചത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ പ്രസാദമായി നൽകുന്നു. നിങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയുള്ള നന്ദിയും സ്നേഹവും കടപ്പാടുമെല്ലാം അറിയിക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ന്യൂസ് ബ്യൂറോ, കാലടി. ശാന്തി.